പൊന്നെ ഈ ഓടിക്കളിച്ച് നടക്കുന്നത് നമ്മുടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് കേട്ടോ. അവിടെ ഞങ്ങൾ പോയപ്പോൾ നിറയെ പ്രാവുകൾ. പൊന്നയെ അതിനെ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി. അപ്പോൾ പൊന്നയ്ക്ക് ഇന്ന് സന്തോഷ ദിവസമായിരുന്നു. മെയ് മാസം 20-ാം തീയതി പൊന്നയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞങ്ങൾക്ക് പൊന്നയെ കാത്തിരുന്ന് കിട്ടിയ ദിവസം. അങ്ങനെ ഞങ്ങൾ രാവിലെ പൊന്നയെ കൂട്ടി കുളിച്ച് അമ്പലത്തിൽ തൊഴുവാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പൊന്നയെ ഭയങ്കര ഹാപ്പി മൂഡ്. ഹാപ്പി ബർത്ത്ഡേ അല്ലേ, എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് അമ്പലത്തിൽ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നയ്ക്കൊരാഗ്രഹം. പൊന്നയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം മീനുകൾക്ക് ഫുഡ് കൊടുക്കണം. അമ്പലക്കുളത്തിൽ നിറയെ വലിയ സിലോപ്പിയകളുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. കൊച്ചു പിള്ളേർക്ക് മാത്രമല്ല, നമുക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അമ്പലക്കുളത്തിലെ മീനുകൾക്ക് തീറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ 20 രൂപ കൊടുത്ത് അമ്പലത്തിനടുത്തുള്ള കടയിൽ നിന്നും ഒരു പാക്കറ്റ് മലരൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. പൊന്നെ അത് ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പൊന്നയ്ക്ക് അത് തീർത്തിട്ട് പോരാനായിട്ട് ഭയങ്കര മടി. കുറേ നേരം ഇരിക്കണമല്ലോ. അങ്ങനെ പൊന്നെ ഒന്നൊന്നായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ പൊന്നയോട് പറഞ്ഞ മോനെ അങ്ങനെ കൊടുത്താൽ എല്ലാവർക്കും കിട്ടില്ല, എല്ലാവർക്കും സങ്കടമാവും, എല്ലാവരും ഫുഡിന് വേണ്ടി നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് പൊന്നയെ പിന്നെ കവറിൽ ചെയ്ത് അല്പം ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാൻ തുടങ്ങിയത്. എന്നിട്ടും പൊന്നയെ കയ്യിരിക്കുന്നത് ഇങ്ങനെ കൊടുത്ത് ആസ്വദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീനുകൾ നമ്മളിങ്ങനെ തീറ്റ കൊടുക്കും തോറും നമ്മുടെ അടുത്തേക്ക് വരും. പൊന്നയെ അവന്മാരെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പൊന്നയെ അവന്മാരുടെ അടുത്തിട്ട് കൈയൊക്കെ നീട്ടി വെച്ചു. പൊന്നയ്ക്ക് ഇടയ്ക്ക് കടി കിട്ടുന്നൊരു സീനുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു മോനെ ഇത്രയും മീനുകൾ കാത്തു നിൽക്കുകയല്ലേ, അവർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്, കൊടുക്കണ്ടേ, പാവമല്ലേ, മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൊന്നെ ഇതാ ആ കവറോട് കൂടി അങ്ങ് കുടഞ്ഞിട്ട്. പൊന്നയ്ക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും കൂടെ വിഷമമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൊന്നെ പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തു, ഒരു തവണ കൊടുത്ത് പിന്നെ അടുത്ത് വരാൻ വേണ്ടി പൊന്നെ ഇതേ ഈ സൈഡിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ ആ മീനുകൾക്ക് അത്രയും വെള്ളത്തിൽ കയറി വരാൻ പറ്റില്ല, നല്ല സൈസുള്ള മീനുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇട്ട് കൊടുത്തു. മീനുകളൊക്കെ കുറേ കഴിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നയെ കൈ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പൊന്നയ്ക്കൊരു കടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഞാൻ സ്ലോ മോഷനിൽ എടുത്തേക്കുന്നതാണ്. ഒരു മീനിൻ്റെ വായിൽ കൊണ്ട് പൊന്നയെ കൈ വെക്കുന്നുണ്ട്. അങ്ങനെ കൈ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നയ്ക്ക് കടി കിട്ടി. ഇതേ പൊന്നയെ കടി കിട്ടിയിട്ട് കൈ വലിച്ചെടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ കടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പൊന്നയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പൊന്നയെ കൂട്ടി അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അത് മാത്രമല്ല രാവിലെ ആണെങ്കിലും മഴ ചാറി വരുന്നുണ്ടായിരുന്നു. അപ്പം മഴയ്ക്കുമ്പോൾ വീട്ടിൽ വരണമല്ലോ. അപ്പോൾ കടി കിട്ടിയ പൊന്നയുടെ എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്. പൊന്നയുടെ കൈയൊന്നും മുറിയത്തൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു കടി കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ്. ഓപ്പൺ കിച്ചന്റെ സ്ലാവിൽ വന്നിട്ട് പിടിപ്പിക്കുക. അപ്പൊ എന്നാ പരിപാടി എന്ന് വെച്ചാലേ പൊന്നായി ഇവിടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. എന്നാ പൊന്നായി എന്നാ പാട്ടാ പൊന്നെ കേൾക്കുന്നത്? ദല്ലിലു. അതിന്റെ ഡാൻസ് പൊന്നേക്ക് അറിയോ? ഇല്ല, അറിയുന്നില്ലേ? പൊന്നെ ഇവിടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ഫോൺ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പൊന്നെ ഇങ്ങനെ ഫോണ് കണ്ണിനോട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്യൂഷൻ പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്ക് പൊന്നെ അവർക്ക് വേണ്ടി മുട്ടായി എല്ലാം എടുത്ത് കൊടുത്ത് എല്ലാവർക്കും കയ്യിൽ കിട്ടി അത്രയും മുട്ടായി എടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പൊന്നയുടെ ചേട്ടന്മാർ കൂട്ടുകാരൊക്കെ വന്നു. അവർക്കൊപ്പം പൊന്നയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു. സ്വാതി എന്നൊക്കെ പറഞ്ഞ ചേച്ചിമാർ പൊന്നയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത് കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് പിള്ളേരെല്ലാവരും കൂടെ കളിയായിരുന്നു. അങ്ങനെ പൊന്നൈ ഫുള്ള് ഹാപ്പി വൈബ് മൂഡിലായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പൊന്നയ്ക്ക് സ്പൈഡർമാൻ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനെ തന്നെ ബുക്ക് ചെയ്തിട്ട് സന്ധ്യയായി കിട്ടിയപ്പോഴത്തേക്ക് അങ്ങനെ സ്പൈഡർമാനെ കൊണ്ടുവച്ച് പൊന്നെ ഭയങ്കര ഹാപ്പിയായി. സ്പൈഡർമാനെ കൊണ്ടുവച്ച് പിള്ളേരും കൂട്ടുകാരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കേക്ക് പൊന്നായിക്ക് മുറിക്കാൻ ഭയങ്കര ധൃതി, എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ പൊന്നായിക്ക് ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ ബലൂണുകളൊക്കെ അവിടെ കെട്ടി ആഘോഷിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാർ ചേട്ടന്മാരൊക്കെ ഉള്ള പൊന്നെ ഹാപ്പി. അങ്ങനെ മറ്റേ പോപ്പറൊക്കെ വെച്ചിട്ട് ചേട്ടായിമാർ പൊട്ടിച്ചു. പൊന്നയുടെ മേത്തും കേക്കിലും എല്ലാം വീഴ്ത്തി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പൊന്നായിക്ക്. അങ്ങനെ പൊന്നായി 5 വയസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണം പൊന്നയുടെ ജീവിതത്തിൽ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. മറ്റു വീഡിയോ ഉടനെ വരാം.